അപ്പൊ ഉത്തരം കിട്ടാന്നുള്ള വിഷയം അള്ളാഹുവിനെ ഫനാ ചെയ്യാന്നുള്ളതാണ്. ആ ഫനാ ആണ് നമ്മളെ ആവശ്യമുണ്ട്. നമ്മളെ ആവശ്യം വിഷയം തന്നെയല്ല, അള്ളാഹുവിന്റെ ഫനാ ആണ് വിഷയം. അവനെ പുകഴ്ത്തുന്ന ഒരു അബദിന്റെ തൗഫീഖാണ് തൗഫീഖ്. ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ അബദ് ആരെ പ്രശംസിക്കും? അള്ളാഹുവിനെ പ്രശംസിക്കും. അതാണ് വലുപ്പത്തരം. അപ്പോൾ പ്രയാസം ഉണ്ടാകണം. പ്രയാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അബദ് ഇങ്ങനെ പ്രശംസിക്കും. പ്രശംസ അതന്നെയാണ്, അതന്നെയല്ലേ പ്രശംസ തന്നെയല്ലേ വലുപ്പത്തരം. അള്ളാഹനെങ്ങനെ പറയുക. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഭയങ്കരമാണ് അള്ളാഹനെങ്ങനെ പ്രശംസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അത് നമ്മളെ ആവശ്യം നടന്നു കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ആരെ പ്രശംസിക്കൽ. ഭയങ്കര 900, 500, 1400 കിലോമീറ്റർ നടന്നു വന്ന് ആര്? സയ്യിദുനാ മൂസ. 900, 500 എത്ര? കൈറോവിൽ നിന്ന് ഐലത്തിലേക്ക് 900, ഐലത്തിൽ നിന്ന് മദിയനിലേക്ക് 500. ഇപ്പം എത്രയായി? 1400 ഇങ്ങനെ നടന്നു വരിക. ആര്? സയ്യിദുനാ മൂസ. നാടുവിടുക, ഫിറഔന്റെ അക്രമം പേടിച്ചിട്ട് നാടുവിടുക സയ്യിദുനാ മൂസ. അത് ആ സമയത്ത് മുഴുവനും അള്ളാഹിന്റെ ചിന്ത ഉണ്ട്. പക്ഷെ അള്ളാഹിനോട് സ്വന്തം കാര്യം ദ്വാരുന്നില്ല, ഒന്നും ദ്വാരുന്നില്ല. മനസ്സിലായില്ല. അവന പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ ദ്വാരുന്നില്ല. പ്രയാസമുണ്ട്, പക്ഷെ ആരോട് പറഞ്ഞില്ല? പറഞ്ഞില്ല. അള്ളാഹിനെ പറ്റി ചിന്തിച്ചു, അള്ളാഹിനെ ഓർത്ത്, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളും കണ്ട് ഇങ്ങനെ പോകുന്നത്. എത്ര കിലോമീറ്റർ? 1400 കിലോമീറ്റർ കാലുകൊണ്ട് നടന്നു വന്ന് മദ്യനിലെത്തിയപ്പോൾ 2 പെൺകുട്ടികൾ ഇങ്ങനെ ആടിനെ മേക്കുന്നത് കണ്ടു. അപ്പൊ എന്താ കുട്ടികളെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ആണുങ്ങൾ അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്, അവരെ കൂട്ടത്തിൽ ഇടകലരുത് എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ ഉപ്പാക്കെന്ന് വെച്ചു. ഉപ്പ വയസ്സനാണ്, വയ്യ, അങ്ങനെ ഞങ്ങളെ പറഞ്ഞയച്ചതാ. അപ്പൊ ഈ ആണുങ്ങൾ വെള്ളം കൊടുത്ത് തീർക്കുമ്പോൾ നേരം വൈകുമല്ലോ. അപ്പൊ ഞങ്ങൾ സ്ഥിരമായി ഇരട്ടിയിട്ടാണ് പോകാറുള്ളത്. അപ്പൊ മൂസാ നബിക്ക് ഒരു മനസ്സലിവ് തോന്നി, കുഴങ്ങി വരുവാണ്. പക്ഷെ ഇപ്പൊ കരുത്തനല്ലേ. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറ. ഒരഭിപ്രായം 18 ആളുകൾ കൂടിയാണ് ആ പാറ അടച്ചു വെക്കാറുള്ളത്. കൊല്ലത്തിൽ ഈ വെള്ളം വറ്റിയാൽ ഗ്രാമവാസികൾ വലിയ ഉത്സവത്തോടു കൂടി വന്നിട്ട് എന്ത് ചെയ്യും? ഈ പാറ എടുത്തു വെക്കും, എന്നിട്ട് ആ വെള്ളം ഉപയോഗിക്കും. ഇതാണ് ആ ഗ്രാമത്തിന്റെ പതിവ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റപ്പെടുത്തത്തിന് എന്ത് ചെയ്ത്? പാറൻ്റെ എടുത്തുവെച്ച് വെള്ളം കൊടുത്തുകൊണ്ടാണ്. കുട്ടികളെ നന്ദിച്ചു. നബി ആയിട്ടില്ല, അത്ര വലിയ ശക്തനല്ലേ സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം. അങ്ങനെ ആ കുട്ടികൾ വെള്ളം കൊടുത്ത് കുട്ടികൾ തിരിച്ചുപോയി. അപ്പൊ കുട്ടികൾ തിരിച്ചു പോയപ്പോൾ മൂസാ നബിക്ക് ആ പാറ എടുത്ത് വെച്ച്, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുമല്ലോ, ക്ഷീണോ അങ്ങനെയൊക്കെ വരാലോ. അങ്ങനെ അപ്പനും മരച്ചോട്ടിലേക്കൊന്ന് ഇങ്ങനെ കയറി നിന്ന് ഒരു വാക്ക് പറഞ്ഞ്, സ്വന്തം കാര്യം ഒറ്റ വാക്ക് പറഞ്ഞ വാക്ക് ഇതാണ്: റബ്ബേ, ഈശ്വര് വല്ലത് ഇറക്കി തരികയാണെങ്കിൽ ഇപ്പം എനിക്ക് ആവശ്യമുള്ള നേരെ ഇരുന്നു എന്നാണ്. വേറൊന്നും പറഞ്ഞില്ല. റഹബത്തൻ ഇലാ റഹീഫിൻ, അന്ന് രാത്രിയുടെ ഒരു റൊട്ടി കിട്ടൽ ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറയാത്തവര് അള്ളാഹിനോട് ആവശ്യം പറഞ്ഞാൽ അള്ളാഹ് ഭയങ്കര വിഷയമാണത്. കാരണം ആ ആള് സ്വന്തം കാര്യം പറയാ ഇതുവരെ അള്ളാഹിനോട്, എന്നാൽ അള്ളാഹിൻ്റെ ആളാണ്, ദ്വാരക്കൊക്കെ ചെയ്യും. ദുന്യാവിലൊരു കാര്യം പറയില്ല, എവിടുത്തെ കാര്യം പറയുള്ളൂ? ആഖിറത്തിലെ കാര്യമല്ല. ദുന്യാവിലെ ഒരു കാര്യം ആൾ പറഞ്ഞിട്ട് തന്നെയല്ല, അങ്ങനത്തെ ഒരാളാണ്. ആ ആൾ ദുന്യാവിലെ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹ്ക്കത് പ്രശ്നമാണല്ലോ. അപ്പോൾ സയ്യിദുനാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയുമ്പോൾ അന്ന് രാത്രി റൊട്ടി എവിടുന്നെങ്കിലും കിട്ടണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ദുആ കഴിഞ്ഞ് നോക്കുമ്പോൾ കാൽപ്പെരുമാറ്റം കണ്ടു. കുട്ടി വരിക, മൂത്ത പെൺകുട്ടി വരിക. നിങ്ങളെ ഉപ്പ കൂലി തരാൻ വേണ്ടി വിളിക്കേണ്ടതാണ്. അവിടെ ചെന്ന് ഭക്ഷണം കൊടുത്ത് കഥ ചോദിച്ച് അപ്പോൾ പറഞ്ഞു, എന്നാൽ എൻ്റെ കുഞ്ഞുമോനെ ഇവിടുന്ന് പോകണ്ട, ആ 2 പെൺകുട്ടികൾ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ കെട്ടിക്കോ, ഇവിടെ പാർക്കാം, ഇന്ന് മുതൽ ഇത് എൻ്റെ വീടാണ്. തൊഴിൽ എൻ്റെ ആടിനെങ്കിൽ മേച്ചോ, ആയുധം വടി ഇപ്പം തന്നെ തരാറ്. 10 കൊല്ലം ഇവിടെ താമസിക്കാൻ ആരോടൊന്നും പറയില്ല. 10 എല്ലാവരും താമസിക്കാറ്. പക്ഷെ അപ്പം പറഞ്ഞു 10 കൊല്ലം ഞാൻ പോകും ചെയ്തോ. എന്ത് പറഞ്ഞിട്ടുള്ളൂ? റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, ഒരു വല്ലതും ഈ ഇറക്കി തരികയാണെങ്കിൽ അതെനിക്കിപ്പോൾ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തൊക്കെ കിട്ടി? അന്നത്തെ ഭക്ഷണം കിട്ടി, 10 കൊല്ലത്തെ ഭക്ഷണം ഉറച്ചു, 10 കൊല്ലത്തെ തൊഴിലുറച്ചു, ഭാര്യയായി, കുടുംബമായി, അമ്മോശാക്കേ, ആ നാട്ടിൽ ഞാമത്തിൽ എല്ലാം. ഇപ്പോൾ ഒന്നുമല്ല, ഇതുവരെ ഒന്നുമല്ല, ഇപ്പോൾ എല്ലാമാണ്. ഇപ്പോൾ അവിടുത്തെ കുടുംബനാഥനാണ്. ഇപ്പോൾ തൊഴിലുള്ള ആളാ, തൊഴിലുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. ആർക്ക്? സയ്യിദുനാ മൂസ. ഒറ്റ വാക്ക് പറഞ്ഞോളൂ. എന്ത്? റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ബസ് ഇത്ര മാത്രമേ പറഞ്ഞു സയ്യിദുനാ മൂസ.
അള്ളാഹിന്റെ കാര്യം, അള്ളാഹിനോട് ദുന്യാവിന്റെ കാര്യം പറയാത്തവരൊരു വാക്ക് പറഞ്ഞാൽ അത് ഭയങ്കര. എന്താണ് ഞാനീ പറയാൻ കരുതുന്നത്? നമ്മളെ പ്രശ്നമല്ല പ്രശ്നം, ഒരു ദുആയിലെ വലിപ്പത്തരം അള്ളാഹിന്റെ സനാഅത്താണ്. ഭയങ്കരല്ലേ സനാഅത്ത്? ഖുർആനിലെ ഏറ്റവും രസമുള്ള സ്ഥലം അള്ളാഹിന്റെ സനാഅത്താണ്. ഭയങ്കര. അത് അവിടെ കൊണ്ട് ഓദ്യാലും മനസ്സങ്ങോട്ട് വിട്ടൂല. അത് ഭയങ്കര. അതിൻ്റെ അവിടേക്ക് അങ്ങോട്ട് എത്തിയേക്കൊള്ളുന്ന ഭയങ്കര തന്നെ. അള്ളാഹുവിനെ പകഴ്ത്തുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഭയങ്കര. അപ്പൊ ഈ ആയത്തിന്റെ ഈ ഒരു ദ്വായുടെ പ്രത്യേകത, ഈ ദ്വായിൽ ആവശ്യം ചുരുക്കിയിട്ടുണ്ട്. മുഴുവനും എന്താണ്? സനാഅത്താണ്. ഭയങ്കര കബൂലിയത്ത് ഉണ്ടാവും. അപ്പൊ തോട്ടം ജില്ലയാണെങ്കിലും ഓരോ തവണ കഴിഞ്ഞാലും എന്റെ ഇല്ല സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന ദുആ കബൂലിയത്ത് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുബ്ഹാന റബ്ബിക ചെല്ലിയ ഒരു ദുആയും അല്ലാഹു വഴിയിലിടൂല, സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് റജബിന്റെ പ്രത്യേകതയാണ്. റജബിൽ രാത്രികളിൽ ഇതൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റജബിന്റെ വേറെ പ്രത്യേകത എന്താ? റജബിലാണ് ബഹുമാനപ്പെട്ട ഉമ്മത്ത് മുസ്ലിമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നൽകിയത്. റജബിലാണ്. റജബ് 27 പകലിലാണ് ഫാത്തിഹ ഇറങ്ങിയത്. ഫാത്തിഹ സയ്യിദു സുവരിൽ ഖുർആന, ഖുർആനിലെ സൂറത്തുകളുടെ നേതാവ് ഫാത്തിഹ ഇറങ്ങിയത്. അപ്പൊ റസൂലുള്ള ഭൂമിയിലേക്ക് വന്നതും റജബിലാണ്, നിസ്കാരം കിട്ടിയതും റജബിലാണ്, ഫാത്തിഹ കിട്ടിയതും റജബിലാണ്. റസൂലുള്ള സിദ്റത്തുൽ മുൻതഹയിൽ കയറിയത് റജബിലാണ്. ഭയങ്കരല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? റസൂലുള്ള ഭൂമിയിലേക്ക് വന്നത് ആ നുത്ഫാനിയത്ത് നൂറാനിയത്തിന്റെ നുത്ഫത്ത് ഭൂമിയിൽ ആമിന ബിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് റജബിലാണ്. റജബ് 1-നാണ്. റജബ് 27 രാവാണ് അല്ലാഹു തആല നിസ്കാരം ഫർളാക്കിയത്. നിസ്കാരം എന്നുള്ളത് ഖൈറുദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലെയും ഖൈറിന്റെ വസീലത്താണ്. എന്ത്? നിസ്കാരം ഉറപ്പ്. നിസ്കാരമുള്ളവന് വരുമാനമായി. നിസ്കാരമുള്ളവന് ഫഖർ ഉണ്ടാവില്ല എന്നാണ്. മസ്കനത്ത് ഉണ്ടാവും. മസ്കനത്ത് വിഷയമല്ല. നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ഫഖർ ഉണ്ടാവില്ല. നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ഫഖർ ഉണ്ടാവില്ല, മസ്കനത്ത് ഉണ്ടാവും. ഫഖറും മസ്കനത്തും വ്യത്യാസമുണ്ട്. ഫഖർ എന്നാൽ മസ്കനത്ത് എന്നാൽ 10 ആവശ്യമുള്ളവന് 8 ഉണ്ടാവുക. അതിനാണ് എന്ത്? മസ്കനത്ത്. പിന്നെ 2 ഒപ്പിച്ചാൽ മതി, ഒരു കയ്യിൽ കുറച്ചാൽ മതി, ബെൽറ്റിനൊരു തുളയും കൂടി ഇട്ടാൽ മതി. മസ്കനത്ത്. ഫഖർ അങ്ങനെയല്ല. 10 വേണ്ടടുത്ത് 8 ഉണ്ടെങ്കിൽ മസ്കനത്തായി, 7 ഉണ്ടെങ്കിൽ മസ്കനത്തായി, 6 ഉണ്ടെങ്കിൽ മസ്കനത്തായി, 5 ആണെങ്കിൽ ഫഖറാണ്, 5 താഴെയാണെങ്കിൽ ഫഖറാണ്. ഫഖർ ഒരിക്കലും അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടില്ല, മസ്കനത്തുണ്ടായത്. മിസ്കിനാണ്. പുണ്യ റസൂൽ അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ. ഫഖീറിനെ കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഫഖീർ ചോദിച്ചാൽ കൊടുക്കണമെന്നേ ഉള്ളൂ. ഫഖീറിന് കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത എന്താ? ഫഖീർ ചോദിക്കും, ഫഖീറിന് ഹയാ ഉണ്ടാവില്ല. മിസ്കീന് കൊടുക്കാൻ എല്ലായിടത്തും പ്രേരണയുണ്ട്. എന്തുകൊണ്ട്? മിസ്കീൻ ചോദിക്കൂല. പിന്നെ എങ്ങനെ ജീവിക്കാം? ബെൽറ്റിൽ തൊള്ളിട്ട് അഡ്ജസ്റ്റ് ആക്കിയിരിക്കും. ആരോട്ട് അറിയില്ല, ഓനോൻ്റെ റബ്ബ് മാത്രം. ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസം എന്താ? ഫഖീറിന് ഹയാ ഉണ്ടാവില്ല, മിസ്കീന് ഹയാ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ആവശ്യക്കാരൻ ആരാവും? മിസ്കീനാവും. രാവിലത്തെ ഫഖീർ വൈകുന്നേരം മകന് വനിയാവും. മിസ്കീൻ കൊല്ലങ്ങളോളം മിസ്കീനാവും. രാവിലത്തെ ഫഖീർ വൈകുന്നേരം വനിയാവും. എന്നാൽ മിസ്കീനോ കൊല്ലക്കണക്കിന് എന്താവും? മിസ്കീൻ തന്നെ അവസ്ഥ മാറില്ല. ഫഖീർ പണക്കാരനായാലും തണ്ടെന്ന് പറ്റില്ല. എനിക്കറിയാം, പഴയ കാലത്ത് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ 3-4 മക്കൾ ഗൾഫിലാണ്. ഞാമത്തുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് സമാധാനം കിട്ടണമെങ്കിൽ കയ്യേറ്റണം. അള്ളാഹു അവസ്ഥയത്തോട് ആക്കട്ടെ. അതിന് ഹയാ ഉണ്ടാവില്ല. ഫഖീറിന് ഹയാ ഉണ്ടാവില്ല, മിസ്കീന് ചോദിക്കൂല. അല്ലെങ്കിൽ അതുകൊണ്ട് ഖുർആനിൽ എവിടെയും പറഞ്ഞത് ആർക്ക് കൊടുക്കാനാണ്? മിസ്കീൻ. ഫഖീറിന് പിന്നെ കൊടുക്കൽ നിർബന്ധമായി. കാരണം ഫഖീർ എന്താണ്? ചോദിക്കും. ചോദിച്ചോന് കൊടുക്കൽ നിർബന്ധമാണല്ലോ. ഒരിക്കലും ചോദിച്ചു വന്നവനെ മടക്കരുത്. മിസ്കീനോ? മിസ്കീനെ ഖുർആൻ പ്രേരിപ്പിച്ചു. ഫഖീറിന് കൊടുക്കാൻ ഫഖീർ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. കൊണ്ടടാ ഇഷി ഇങ്ങനെ പറഞ്ഞ നമ്മളെപ്പോലത്തെ എങ്ങനെയാ കഴിഞ്ഞോട് ഇഷി എടുക്കടാ, ഇതാര് പറയും? ഫഖീർ. മിസ്കീന ആരെങ്കിലും 6 റുപ്യെങ്കിലും 10 റുപ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ കയ്യിൽ നണ്ട മിസ്കീൻ ആ വാതിൽ കൂടി മെല്ലെ പോകും. ഇവനറിയാം. അതുപോലത്തെ 10,000-1000 ആവശ്യമുണ്ട്. എന്നാലും അത് കൊടുക്കാൻ ഭയങ്കര ലജ്ജ, കയ്യാട്ടിന് പരിചയമല്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഭയങ്കര വിഷമമാണ്. ഫഖീറിന് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമ, മിസ്കീന് കിട്ടിയ വിഷമ. അതുകൊണ്ട് എവിടെയും മിസ്കീനെ പറ്റിയാണ് പറഞ്ഞത്.
فذلك الذي يدعو اليتيم ولا يحض على طعام المسكين كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين ويطعمون الطعام على حبه مسكينا ويتيما واسيرا. എവിടെ മിസ്കീനാണ് മർമ്മം. കാരണം മിസ്കീൻ എന്തുണ്ട്? ഹയാ. അതുകൊണ്ട് അവൻ ചോദിക്കൂല. മസ്കനത്തൊരാൾക്കുണ്ടാവാം. ഫഖർ ശൈത്വാൻ യഅ്ദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ദാരിദ്ര്യം വന്ന് ഫഖർ വന്നാൽ ശൈത്താൻ ചീത്ത കൽപ്പിക്കും. നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ്. ഫഖർ ആവുമ്പോൾ പെണ്ണ് വ്യഭിചരിക്കും. ഫഖർ ആവുമ്പോൾ ആണ് തോന്നിയാസം ചെയ്യും. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫഖരി വൽ ഫഖതി വളീഖിൽ ഐശി. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോനെ ഒരിക്കലും എനിക്ക് ഫഖർ ഉണ്ടാകരുത്. ഫഖർ പറഞ്ഞാൽ പള്ളക്കിടാൻ ഒരു വഴിയില്ല. അതാണ് എന്ത്? ഫഖർ. അപ്പോൾ എന്ത് തെറ്റും ചെയ്യും. തെറ്റ് ചെയ്യാൻ ആര് പ്രേരിപ്പിക്കും? ചെയ്താൽ മിസ്കിന് കൊതി അടങ്ങിയാൽ മതി, മിസ്കിൻ അഡ്ജസ്റ്റ് ആക്കി പോകും. അതുകൊണ്ട് മനുഷ്യന് ആരാകരുത്? ഫഖറാകരുത്, മിസ്കിനാവാം ആവണം. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വഅമിത്നി ഫഖീറന്നല്ല വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ക്ലിയറാണെങ്കിൽ ഫഖർ ഉണ്ടാവില്ല, മസ്കനത്തിൽ ഉണ്ടാവുള്ളൂ. ഫഖറുള്ള ആളെയും നിസ്കാരം മസ്കനത്തിലെത്തിക്കും. നിസ്കാരത്തിന് ഒരു കഫാത്ത് കൊണ്ടുവരും. അതായത് ചോദിച്ചൊന്നും പോവില്ല, കയ്യിലില്ലാത്ത ആളാ, ഫഖീറാണ്. ആരെ ദർജയിലിരിക്കും? ഫഖീറാണ്. നിസ്കരിക്കുന്ന ഫഖീറായിരിക്കുമെങ്കിലും അസ്ലിൽ ഫഖീറാകുമെങ്കിലും പെരുമാറ്റം കൊണ്ട് ആരാവും? മിസ്കിനാവും. അതായത് എവിടേക്കും പോവില്ല, ഒന്നും കയ്യിലില്ല, പക്ഷെ ആരോടും ചോദിക്കൂല. അപ്പം വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും നടക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആരെയും അവൻ അന്വേഷിച്ച് പോവില്ല. അള്ളാഹുനെ മസ്കനത്ത് ക്ലിയർ ആക്കി കൊടുക്കും. ഫഖീറാണ്, പക്ഷെ അവൻ ആരെ ദർജയിലാണ്? മിസ്കിൻ ദർജയിലാണ്. ഫഖീറിന് തെണ്ടുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ. മിസ്കിൻ അങ്ങനെയല്ല. മിസ്കിൻ പള്ളി, മദ്രസ, ദീന്, മറ്റു കാര്യങ്ങൾ. ആള് ഫഖീറാണെങ്കിൽ ചിലപ്പം മിസ്കിൻ്റെ ദർജ. വൈകുന്നേരം മുഖേന എന്തെങ്കിലും കൊക്കും. അതുകൊണ്ട് നിസ്കാരം ഒരാൾക്ക് ക്ലിയർ ആയാൽ അവന് ഫഖർ ഉണ്ടാവില്ല. എവിടെ ഉണ്ട്? ത്വാഹ സൂറത്ത് 131, 132. മുസ്ലിങ്ങൾക്ക് വരുമാനം ഉറച്ച മാസമാണ്. 2 കാര്യത്തിൽ വരുമാനം ഉറപ്പാണ്. ഒരു കാര്യം ഇതാണ്, എന്ത്? നിസ്കാരം. നിസ്കാരം ക്ലിയർ ആണെങ്കിൽ വരുമാനം ക്ലിയർ ആവും. നോക്ക്, ദാരിദ്ര്യം ഉണ്ടാവില്ല. 131, 132 ത്വാഹ. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. നീ ഒരിക്കലും നീട്ടരുത് ഐനൈക നിന്റെ 2 കണ്ണുകളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല കുടുംബങ്ങൾക്കും ഞാൻ നൽകിയ സൗകര്യത്തിലേക്ക്. അതായത് പല പെരക്കാർക്കും പല ജാതി നിഅമത്തുകൾ ഉണ്ടെന്നത് ഇത് കണ്ണുകടിയോടുകൂടെ കണ്ണ് നീട്ടി നോക്കേണ്ട ആവശ്യം ഇല്ല. അതൊന്നും ഈ നോക്കണ്ട. ഇതൊക്കെ ഞാൻ പലരെയും കൊടുത്തിട്ടുണ്ട്. പലർക്കും തോട്ടുണ്ട്, തൊടുകുണ്ട്, വരുമാനമുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതൊന്നും ഈ നോക്കണ്ട. ലിനഫ്തിനഹും, ഞാൻ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തത്. ഫീഹി, ആ നിഅമത്തിലിട്ടിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സൗകര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്തത്. വരിസ്ഖു റബ്ബിക, നിന്റെ റബ്ബായ എൻ്റെ റിസ്ഖ് ഖൈറുൻ, അതാണ് നിനക്ക് ഞാൻ കരുതി കൂട്ടി തരുന്ന, ഞാൻ തൃപ്തിപ്പെട്ട് തരുന്ന റിസ്ഖ്, അതാണ് നിനക്ക് നല്ലത്. വാബക, അതാണ് നിലനിൽക്കുക. അതിന് പൊളിഞ്ഞൂല. മറ്റതൊക്കെ പൊളിയും. ഇന്നത്തെ സുൽത്താൻ നാളത്തെ തെണ്ടിയാവും. ഞാൻ കനിഞ്ഞരുളി തന്നാൽ ഒരിക്കലും നിന്റെ റിസ്ഖ് പൊളിയൂല. അതിനെന്താണ് ചെയ്യേണ്ടത്? അടുത്ത ആയത്ത്, നിന്റെ കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിച്ച് നിലനിർത്തണം. വസ്തബിർ അലൈഹ, നിസ്കാരത്തിന്റെ മേൽ ക്ഷമിച്ച് നിലകൊള്ളുകയും വേണം. ഒരാൾക്ക് പോലും ഒരു വഖത്ത് ആബ്സെന്റ് വന്നാൽ ആ വീട്ടിലെ റിസ്ഖ് അള്ളാഹ് ഏൽക്കൂല. നിസ്കാരം ക്ലിയറാണെങ്കിൽ ആ കുടുംബത്തിലെ റിസ്ഖ് അള്ളാഹ് ഏൽക്കുന്നുണ്ട്. മസ്കനത്തുണ്ടാവും. റിനുണ്ടായിക്കോളുന്നില്ല, മസ്കനത്തുണ്ടാവും. ഫഖർ ഉണ്ടാവില്ല. അത് എത്തിക്കോളും. കാരണം അവർ അള്ളാഹുമായി മുനാജാത്ത് ചെയ്യുന്നവരാണ്. അവർക്ക് ഒരിക്കലും ഫഖർ ഉണ്ടാവില്ല. നമ്മൾ മനസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഖദറമായ സ്ഥിതിയാവും. ഒരാൾക്ക് കഴിയുന്ന അയാൾ വഴിപ്പെട്ടാൽ മതി. ഈ
റഹ്മാനായ അള്ളാഹു അമലുകൾക്ക് ഇവിടെ നൽകിയ വാഗ്ദാനങ്ങൾക്ക് ചെയ്യുന്നത് കോലം കാട്ടിയാൽ തന്നെ തരും. പരലോകത്തെ സ്വർഗം ആത്മാർത്ഥത കാണാം. ഇവിടെ ആ കോലം ഉണ്ടായാൽ തന്നെ ഇപ്പം പള്ളിയിൽ പോയി വരിക, കൃത്യമായി ഒരാൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഒരു പക്ഷേ വേണ്ടത്ര ഹുശൂ ഒന്നും ഉണ്ടാവില്ല. അത് അവൻ്റെ കുഴപ്പമല്ല, കാലഘട്ടത്തിന് കുഴപ്പമാണ്. എഴുതിച്ചോ ഹദീസ്, എൻ്റെ സമുദായത്തിൽ ആദ്യം ഉയർത്തപ്പെടുക നിസ്കാരത്തിലടക്കമുള്ള കാര്യത്തിലെ ഭക്തിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹുശൂ ആണെന്ന് അതൊന്നിപ്പോൾ നമ്മളെ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ചിലപ്പോൾ, എന്നാൽ നമ്മൾ പരമാവധി ഹുശൂ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പം പറഞ്ഞത് അള്ളാഹു റഹ്മാൻ അല്ലേ, പ്രത്യക്ഷം ഉണ്ടായിട്ട് തന്നെ നിസ്കാരം ക്ലിയറാക്കുക. പിന്നെ മക്കൾക്ക് ഇയും ഞാനും ബാബ പഠിച്ചത് ഹുശൂ ഇല്ലാതെ അങ്ങനെ നിസ്കരിച്ചിട്ട് എന്താണെന്നാ ചോദ്യം. നമ്മൾക്ക് ഹുശൂ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. നമുക്ക് എന്തേ കഴിയുള്ളൂ? നിസ്കരിപ്പിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഹുശൂ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, കുട്ടികൾക്ക് ഹുശൂ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. എന്ത് കഴിയും? നിസ്കരിക്കടാ, നിസ്കരിക്കടി, നമ്മൾ നിസ്കരിക്കുക. നമ്മളെ ഹുശൂനെ നമ്മൾ പരമാവധി വരുത്തുക. പിന്നെ കാലഘട്ടത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന നിലക്ക് ദോഷം ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും. നമ്മളിപ്പോൾ ഈ കാലത്ത് വെള്ളമല്ലേ കുടിക്കണം, ഈ കാലത്ത് ചോറല്ലേ തിന്നുന്നത്. ഈ കാലത്ത് വെള്ളത്തിൻ്റെയും ചോറിൻ്റെയും ദോഷം ആർക്കുണ്ട്? ഇല്ലേ? ഹലാലായ ഭക്ഷണം കഴിക്കണം, അത് കുറവല്ലേ? ഹലാലായ ഭക്ഷണം കഴിക്കുന്നത് കുറവല്ലേ? എന്ത് കുറവല്ല? ഹലാല് പോലും ഹലാലല്ലോ. ഹലാലാണോ? ഒരു പുരയിൽ പോയാൽ എങ്ങനെയാണ് ഇന്നൊരു കോഴി ഇറച്ചിന്ന്? കാരണം കോഴിനെ അറക്കാൻ ഷർത്തില്ലേ? ആ ഷർത്തം കോഴി ഇറക്കണത് അല്ലേ? സത്യം തന്നെ അല്ലേ? കോഴി അല്ല, ഞാൻ പറയാ എന്തുകൊണ്ട് മനസ്സിൽ നമുക്ക് ഭയങ്കര ഷെക്ക് വരികയാണ്. നമ്മളെ മടിക്ക് ചില വിഷയത്തിന് നമുക്ക് നേരത്തെ എണീക്കാൻ കഴിയാതെ നമുക്ക് തോന്നാണ്. നമ്മൾ പള്ളൻ്റെ ഉള്ളിൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കയറി. അത് ഇഷ്ടപ്പെടാത്ത മുതലൊന്നുമല്ല, മുതൽ ഇഷ്ടപ്പെട്ട തന്നെ, പക്ഷേ അതിന് ഹൈഅത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മുതൽ ഇഷ്ടപ്പെട്ടവനും ഹൈഅത്ത് ഇഷ്ടപ്പെടില്ല. നല്ല പൈസ ഹലാലായി ഗൾഫിൽ നിന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കി വന്ന് ഹലാലായ കച്ചവട ഏർപ്പാടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വന്ന് പഠിക്കൽ, നിങ്ങൾ വന്ന് ഇറങ്ങി നിങ്ങൾക്ക് മൂല്യന്മാരൊന്ന് സൽക്കരിക്കണം, നാട്ടുകാരെ സൽക്കരിക്കണം. വേഗം മകൻ്റെ കയ്യിൽ 5000 ഉറുപ്പിക എടുത്തു കൊടുത്ത് അതിനുള്ള കോഴി വാങ്ങിക്കൊണ്ടിരടാ. ഇപ്പം നേരെ ആരോട് പോയി പറഞ്ഞ്? കോഴിപ്പിടി പറഞ്ഞു. കോഴിപ്പിടിയിൽ മാധവനും ദാമോദരനും ഒന്നുമല്ല, ആരെന്നെ മാപ്പിള എന്നെയെന്നെങ്കിൽ എന്തവന് ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാനില്ലല്ലോ. എന്ത് ചെയ്യാം? അവിടെ വിട്ടാൽ ഇവിടെ വിട്ടാൽ കുഴിച്ചിടുക, നേരം ഇടുക, തുങ്ങൽ പറിക്കുക, വെട്ടിക്കൂട്ട്. അയൽക്കും മുരി നോക്കണ പരിപാടി ഉണ്ടോ? അതിന് ഷർത്തും പറഞ്ഞ് നോക്കണ സംഭവം ഉണ്ടോ? ഏത് കോഴിപ്പീടിയിലാണ് ഷർത്തും പറഞ്ഞ് നോക്കുന്നത്? അപ്പോൾ ഈ ഭക്ഷണം പിന്നെ എന്തായി മാറി? ഹറാം. നിങ്ങളെ പൈസ ഹലാൽ തന്നെ, പക്ഷെ നിങ്ങളെ ഭക്ഷണം ഹറാം. എൻ്റെ പൈസ ഹലാൽ തന്നെ, പക്ഷെ എൻ്റെ ഭക്ഷണം ഹറാം. ഭക്ഷണത്തിന് പൈസ ഹലാലായ പോരാ, അതുണ്ടാക്കിയ ഹൈഅത്ത് ഹലാലാകണം. ഞാൻ പറഞ്ഞ തെറ്റുണ്ടാ? നിങ്ങൾ പറയും. അപ്പം ഇങ്ങനത്തെ നമുക്ക് എങ്ങനെ കുട്ടികളെ ഹുശൂ ഉണ്ടാവുക? അതന്നെ മദ്ബൂഹും ബിൽ ഹലാലിന് എഴുതി വെക്കും, അത്ര തന്നെ. അതന്നെ മദ്ബൂഹും ബിൽ ഹലാലിന് എഴുതി വെക്കും. എന്തുറപ്പ്? ഇനി അതിൽ മദ്ബൂഹും ബിൽ ഹലാലിന് എഴുതി വെച്ചു. നമ്മളിത് എന്ത് മദ്ബൂഹും ബിൽ ഹലാൽ? ആരധികാരം കൊടുത്തു? ഇനി ഗൾഫിലെ ഔക്കാഫിനെ നമുക്ക് ആശ്രയിക്കാം. ഔക്കാഫ് നരകത്ത് പോകുള്ളൂ, നമ്മൾക്ക് വേജാറാണ്ട. ഔക്കാഫിന്റെ സമ്മതത്തോടു കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മദ്ബൂഹും ബിൽ ഹലാൽ അല ശരീഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അറക്കപ്പെട്ടതാണ് എന്ന് പുറത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് നമ്മളെ തൊട്ടടുത്ത കോഴിപ്പീടിയിൽ ഹലാലിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ലേ? പറയാൻ കഴിയുമല്ലോ. ഇറക്കണ്ട, നമ്മളിറക്കുക. അങ്ങനെ. പക്ഷെ ഇന്നെന്ന് പറഞ്ഞ വലിയ സന്ധ്യകളിൽ അതിനും കഴിയില്ല. വലിയ സന്ധ്യകളിലെ കാര്യമായുള്ള കഴിയില്ല. അപ്പൊ എന്താണ് അതിൻ്റെ ഒരു ദോഷം എന്ന് നമ്മളെ ഭക്ഷണത്തിനൊക്കെ പിടികൂടും. അല്ലാഹു കാക്കട്ടെ. ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞ പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ ഹുശൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഹുശൂ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളാണ്, അവനെ ഇല്ലാതെ ആവുമല്ലോ. എന്നാലും നമ്മൾ ചെയ്യേണ്ടത് പരമാവധി സൂക്ഷിക്കുക. നിസ്കാരം ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കുക, മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക, നമ്മൾ കൃത്യമായി നിസ്കരിക്കുക. ഹുശൂ നമ്മൾ കൊണ്ടുവരാം, അവരോട് പറയാം. പിന്നെ